എല്ലാവർക്കും മാളൂസ് പാരഡൈസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി പിസയാണ്. നല്ല സ്ട്രെച്ചി ആയിട്ടുള്ള ചീസ് ഉള്ള അടിപൊളി ടേസ്റ്റി പിസയാണ്. കണ്ടില്ലേ, ആ ചീസൊക്കെ നോക്കൂ എത്ര സ്ട്രെച്ചി ആണെന്ന്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം. ഞാനിവിടെ വെജിറ്റബിൾ പിസയാണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അതിന് സോസ് ആദ്യം ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഇന്ത്യൻ സ്റ്റൈലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ സോസും അതേ ഒരു പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഡവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് വെച്ചിട്ടാണ് ഈ പിസ്സ ഉണ്ടാക്കുന്നത്. ഞാൻ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഇവിടെ ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. വെജീസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. ഞാനിവിടെ ക്യാപ്സിക്കം, സ്പിനാച്ച്, ഓണിയൻ, ടൊമാറ്റോസ്, മഷ്റൂംസ് ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം സോസ് ഉണ്ടാക്കാം. ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിലും അത് ചൂടാകുമ്പോൾ 1/4 കപ്പ് ഗാർലിക്, ചോപ്ഡ് ഓണിയൻസ് ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം സോട്ട് ചെയ്യാം. ഇതിലേക്ക് 2 പച്ചമുളകും 2 ചുവന്ന മുളകും കൂടി ആഡ് ചെയ്ത് നല്ലോണം സോട്ട് ചെയ്ത് ആ ഗാർലിക്കിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ക്യുമിൻ സീഡ്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഫ്ലെയിം ചെറുതാക്കി വയ്ക്കാൻ മറക്കരുത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓർഗാനും 1 ടേബിൾ സ്പൂൺ ബേസിൽ ലീവ്സും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊന്ന് മിക്സായി വരുമ്പോൾ നമുക്ക് ടൊമാറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കാം. 7 ടൊമാറ്റോ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിയിലയും 1.5 ടേബിൾ സ്പൂൺ പുതിനയിലയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ടൊമാറ്റോസൊക്കെ തക്കാളിയൊക്കെ കുറച്ച് ഇങ്ങനെ ഉടഞ്ഞുടഞ്ഞ് വരുന്ന കാണാൻ പറ്റും. ഈ സ്റ്റേജിൽ നമുക്ക് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. കൂടുതലൊന്നും വേവിക്കരുത്, ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. ആ ടൊമാറ്റോൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ പാൻ തുറന്ന് വെച്ച് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനും മറക്കരുത്, അപ്പോൾ നല്ലോണം നമുക്ക് ഉടഞ്ഞു കിട്ടും. കുറച്ച് കഴിയുമ്പോൾ ഈ കൺസിസ്റ്റൻസിയൊക്കെ മാറി കുറച്ച് തിക്കായിട്ട് വരുന്ന കാണുമ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റൊക്കെ മതി കേട്ടോ, അത് കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി ചൂടൊക്കെ ആറിക്കഴിഞ്ഞാൽ ഒരു റഫായിട്ട് അരച്ചെടുക്കാം. സ്മൂത്തായിട്ട് വേണ്ട, റഫായിട്ട് അരച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഡവ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ റെഡിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് ഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു ചെറിയ കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും 2 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ ഉപ്പ് 1/4 ടീസ്പൂൺ, പിന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ് 2/4 ടീസ്പൂണാണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ പതുക്കെ കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താണ് നമ്മൾ കുഴച്ചെടുക്കണേ. പിന്നെ ബാക്കിയുള്ള 1.5 കപ്പ് മൈദയും കൂടി ആഡ് ചെയ്ത് നമ്മൾ കുഴച്ചെടുക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഇളം ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം 1 കപ്പ് വെള്ളം ഈ മൊത്തം ഡവ് ഉണ്ടാക്കാൻ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡവ് നമുക്ക് ഒരു കിച്ചൺ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സ്ഥലത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. നല്ലോണം സ്ട്രെച്ച് ചെയ്ത് കുഴച്ചെടുക്കണം. 1 കപ്പ് വെള്ളം ഞാൻ ഈ ഡവ് മൊത്തം കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഡവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതുപോലെ മുകളിലേക്ക് ഇങ്ങനെ വരണം, അതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് ഇത് ഒരു ബൗളിലേക്ക് മാറ്റി റൈസ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ആ ബൗൾ നമുക്ക് കുറച്ച് എണ്ണ തൂവി കൊടുക്കണം. നല്ലോണം ഒന്ന് പരട്ടി കൊടുക്കുക. ഇതിലേക്ക് ആ ഡവ് അങ്ങോട്ട് ഇടുക. ആ ഡവിൻ്റെ ചുറ്റും നിറച്ച് എണ്ണയൊക്കെ പരട്ടി കൊടുക്കുക.
എന്നിട്ട് നമുക്കൊരു റാപ്പർ വെച്ച് റാപ്പ് ചെയ്യാം. ഒരു ക്ലോത്ത് വെച്ച് കവർ ചെയ്യാം. അതല്ല എങ്കിൽ ഓവനിൽ ലൈറ്റ് ഇട്ട് വയ്ക്കാം. അപ്പം നിങ്ങളുടെ സ്ഥലത്തെ ടെമ്പറേച്ചർ അനുസരിച്ച് ഇത് ചെയ്യാം. ഒരു 1.5 മണിക്കൂറൊക്കെ വെച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും ഇത് നല്ലോണം റൈസായി കിട്ടും. ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞു. നമ്മുടെ പിസ്സയുടെ ഡോ ഒക്കെ നല്ലോണം റൈസായി കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് റൈസായി കിട്ടിയത്. ആക്റ്റീവ് ഈസ്റ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ചധികം നേരം വെക്കേണ്ടി വരും കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ വേറെ ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ഡൗ എടുത്ത് നല്ലോണം കിച്ചൺ കൗണ്ടർ ടോപ്പിലിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഡവിനെ 2ആയിട്ട് ഭാഗം ചെയ്യാം. എന്നിട്ട് 2 പിസ്സ ഉണ്ടാക്കാം. എൻ്റെ പാൻ ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും കേട്ടോ. അതിനനുസരിച്ച് ഞാൻ കട്ട് ചെയ്തേക്കണേ. എന്നിട്ട് നമുക്ക് കിച്ചൺ കൗണ്ടർ ടോപ്പിലിട്ട് കുറച്ച് പൊടി തൂവി കൊടുത്ത് ഇത് നല്ലോണം പരത്തിയെടുക്കാം. ഈ സ്റ്റേജിൽ വേണമെങ്കിൽ ഒരു അരമണിക്കൂർ ഒരു തുണിയിട്ട് മൂടി വെക്കാം കേട്ടോ വേണമെങ്കിൽ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഞങ്ങളുടെ അവിടെ അത്രയും ഒരു ക്ഷമയില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി. ചില ദിവസങ്ങളിൽ ഞാൻ സമയമുണ്ടെങ്കിൽ ഞാനിത് ചിലപ്പോൾ കുറച്ച് നേരം ഒരു തുണിയിട്ട് മൂടി വെക്കാറുണ്ട്. നമ്മുടെ പിസ്സ അങ്ങനെ നല്ലോണം പരത്തി വന്നിട്ടുണ്ട്. ഇതുപോലെ പരത്തുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഭാഗത്ത് ഇത്തിരി കട്ടി കൂടിയെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഡൗ ഇങ്ങനെ എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ. അതുപോലെ തന്നെ പാനിലേക്ക് വെക്കുമ്പോഴും ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ ഇങ്ങനെ പരത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ച് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതും അത് നമ്മൾ പിച്ച് പതുക്കെ മാറ്റി വെച്ചാൽ മതി. ഹായ്, അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത്, ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ ഡൗ കുഴയ്ക്കുക അതൊക്കെ കാണിച്ചു തന്നു. ഇനി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ യൂസ് ചെയ്യുന്ന പാനാണ്. അപ്പം ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇതുപോലത്തെ പാനാണ്. അപ്പോൾ അല്ലാത്ത ടൈപ്പ് പാന് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതുപോലെ ഓട്ടയുള്ള പാൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് പൊതുവേ തോന്നിക്കണം നമുക്ക് കുറച്ചും കൂടി ക്രിസ്പി ആയിട്ടുള്ള ക്രസ്റ്റ് നമുക്ക് കിട്ടും പിസ്സയ്ക്ക്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ പിസ്സയിൽ ഉപയോഗിക്കുന്ന ചീസ്, വെജിറ്റബിൾസ് എല്ലാം തന്നെ ഈ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് കുറച്ച് നേരം വെക്കണം. എന്നിട്ട് മാത്രമാണ് നമ്മൾ ഈ പിസ്സ ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ മുട്ടയാണെങ്കിലും ബട്ടർ ആണെങ്കിലും പുറത്തെടുത്ത് വയ്ക്കില്ല. അതേപോലെ തന്നെ ചീസും വെജിറ്റബിൾസും ഒന്നും അധികം തണുപ്പില്ലാണ്ടിരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ക്വിക്കായിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഹൈ ടെമ്പറേച്ചറിലാണ് വെക്കുന്നത്. 490 ഫാരൻഹീറ്റ്സിലാണ് നമ്മൾ വെക്കുന്നത്. ക്വിക്കായിട്ട് നമ്മൾ ഈ പിസ്സ കുക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വളരെ ചീസി ആയിട്ടുള്ള സ്ട്രെച്ചി ചീസും അതുപോലെ തന്നെ നല്ല ക്രിസ്പായിട്ടുള്ള പിസ്സയും കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് കിട്ടുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമുക്ക് ഇതുപോലൊരു പാനിലേക്ക് മാറ്റാം. ഇതുപോലെ ഓട്ടയുള്ള പാൻ ഉപയോഗിക്കുമ്പോഴാട്ടോ എനിക്കിഷ്ടം. അപ്പോൾ നല്ല പിസ്സയാണ് നമുക്കിവിടെ കിട്ടുക. ഇനി നമുക്ക് കുറച്ച് ഓയിൽ തൂവി കൊടുക്കാം. ഒലിവ് ഓയിൽ തൂവി കൊടുക്കാം, അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ. എന്നിട്ട് ഒരു ഫോർക്ക് വെച്ച് ഇതുപോലെ നമ്മൾ ഒന്ന് കുത്തി കൊടുക്കുക. നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ സോസ് നല്ലോണം ചൂടാറിയിട്ടോ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കൈ കൊണ്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഓവർലോഡ് ചെയ്തിട്ട് നമ്മുടെ പിസ്സ ഒരുപാട് സോസും അല്ലെങ്കിൽ ഒരുപാട് ചീസ് അല്ലെങ്കിൽ ഒരുപാട് വെജിറ്റബിൾസ് വെച്ച് ഓവർലോഡ് ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ പിസ്സയുടെ ടെക്സ്ചറിനെ മാറ്റും. നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കല ഇവിടെ നമുക്ക് ഉപയോഗിക്കാം. ഏത് രീതിയിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. എനിക്ക് സ്പിനാച്ച് ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ് പിസ്സയിൽ. അതുകൊണ്ട് ഞാൻ സ്പിനാച്ച് ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ബേസിൽ ലീവ്സ് ഉണ്ടെങ്കിൽ അതിട്ടാലും മതി. ഇനി നമുക്ക് 490 ഫാരൻഹീറ്റ്സിലാണ് ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. ഹൈ ടെമ്പറേച്ചറിൽ ക്വിക്കായിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 15 മിനിറ്റ് ഒന്നും ഒരിക്കലും വെക്കരുത്. ലെസ് ദാൻ 15 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്താൽ മതി. നല്ല ഹൈ ടെമ്പറേച്ചറിലുള്ള ഒരു ഓവണിലേക്കാണ് നമ്മൾ പിസ്സ വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ പിസ്സയുടെ സൈഡ് കുറച്ച് ബ്രൗൺ ആയിട്ടും അതിൻ്റെ ചീസ് കുറച്ച് ബ്രൗണിഷും പിന്നെ കുറച്ച് ബബിൾ ചെയ്ത് തുടങ്ങും. ഈ സമയത്താണ് നമ്മൾ പിസ്സ പുറത്തേക്ക് എടുക്കേണ്ടത്.
കണ്ടില്ലേ, നല്ലതായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചീസും ഭയങ്കര സ്ട്രിങ്ങി ചീസായിട്ട് നമുക്ക് കിട്ടും. ഇവിടെ പിസ്സ ഭയങ്കര ഫേവറേറ്റാണ് പിള്ളേരുടെ. ഞങ്ങൾ എപ്പോഴും ഉണ്ടാക്കും ഈ പിസ്സ. പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാളും കൂടുതൽ ഞങ്ങൾ വീട്ടിലാണ് ഉണ്ടാക്കുക. പല രീതിയിലും ഉണ്ടാക്കും, പല ടോപ്പിങ്സ് ഉപയോഗിച്ചുണ്ടാക്കും. നല്ല രസമാണ് നമുക്ക് പിസ്സ വീട്ടിലുണ്ടാക്കാൻ. കണ്ടില്ലേ ആ ചീസൊക്കെ നോക്കിയാൽ, അടിപൊളി, എന്താ രുചിയെന്നറിയോ, ടേസ്റ്റ്. നമുക്ക് പിസ്സ കഴിച്ചു നോക്കാം. നല്ല ചൂടാട്ടോ, എന്നാലും ഇത്രയും സ്ട്രെച്ച് ആയിട്ട് വന്നിട്ട് ചീസ് കണ്ടില്ലേ, അടിപൊളി ടേസ്റ്റാണ്. ഒരു ബൈറ്റും കൂടി എടുക്കട്ടെ കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ലോണം വിശന്നു കേട്ടോ. ഞങ്ങളിത് ഏകദേശം ഒരു 10-10 ഈ പിസ്സ ഉണ്ടാക്കി വന്നപ്പോൾ ഭയങ്കരമായിട്ട് വിശന്നു എല്ലാവർക്കും. ശരിക്കും പറഞ്ഞാൽ ആ പിസ്സ കഴിച്ചപ്പോൾ എനിക്ക് നിർത്താൻ തോന്നിയില്ല, അത്രയും നമ്മൾ ടയേർഡും ആയി. അപ്പോൾ ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു ആൻഡ് ബൈ.